ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25,000 എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ള 24,900 താഴെ പോകാതെ അത് പിടിച്ചു നിൽക്കാനായത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നിഫ്റ്റിയെ കാര്യമായിട്ട് ഡ്രാഗ് ചെയ്തത് ആക്സിസ് ബാങ്ക് ആണ്. നിഫ്റ്റി 50-യിലെ ബാങ്കിങ് സ്റ്റോക്കുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആയിട്ടുള്ള ആക്സിസ് ബാങ്ക് അതിന്റെ Q1 റിസൾട്ട് വളരെ വീക്കായിട്ടാണ് വന്നത്. ഇയർ ഓൺ ഇയർ 4% നെറ്റ് പ്രോഫിറ്റ് ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകമും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും പല ബ്രോക്കറേജ് ഹൗസുകളും മിക്സഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ഇതിന് കൊടുത്തത്. അപ്പോൾ ഇതിന്റെ അസറ്റ് ക്വാളിറ്റിയും ഗ്രോത്ത് പ്രോസ്പെക്ടസും അതിനെക്കുറിച്ചുള്ള മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയെ മാത്രമല്ല പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിനെയും ഈ ഒരു റിസൾട്ട് എഫക്റ്റ് ചെയ്തതായിട്ട് കാണാം. എന്നാൽ PSU ബാങ്ക് ഇൻഡെക്സിൽ ഈ ഒരു റിസൾട്ട് വലിയ തോതിലുള്ള ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. അതുപോലെ സെക്ടോറൽ ഇൻഡെക്സുകളിൽ കാര്യമായ ഒരു ഡ്രോപ്പ് ഉണ്ടായ മറ്റൊരു തീമാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫൻസ് ഇൻഡെക്സ് ആണ്. അവിടെ 2.32% ഒരു ക്രാഷ് ആണ് ഡിഫൻസ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. 18ഓളം ഡിഫൻസ് സ്റ്റോക്കുകളുള്ള ഈ ഒരു ഇൻഡെക്സ് നമുക്കറിയാം, ഡിഫൻസ് സ്റ്റോക്കുകൾ പലതും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പൊതുവെ മാർക്കറ്റിൽ അഭിപ്രായമുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിൽ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഇടിവ് നമുക്ക് ഡിഫൻസ് സ്റ്റോക്കിൽ കാണുന്നത്. ഇന്ന് ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 40% സ്റ്റോക്കുകൾ ഇപ്പോഴും അഡ്വാൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് 11.37 എന്ന ഒരു കംഫർട്ടബിൾ ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് ഒരു 1.11% ഒരു റൈസ് മാത്രമാണ് വിക്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിലും ആ മാർക്കറ്റിൻ്റെ ഒരു അണ്ടർലൈങ് സ്ട്രെങ്ത് അതിപ്പോഴും ചോർന്നിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് അതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡിൽ 24,900 അതുപോലെ അത് ലോങ് സൈഡ് നോക്കുകയാണെങ്കിൽ 25,300. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ 25,500 നിന്നും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ താഴോട്ടേക്ക് വന്നിട്ട് 25,300 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിലവിലിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ്സിന് പ്രധാനപ്പെട്ട ഒരു കാരണം തീരെ ഇംപ്രസീവ് അല്ലാത്ത Q1 റിസൾട്ടുകളാണ്. കൂടാതെ പല കമ്പനികളുടെയും റിസൾട്ടിനോടനുബന്ധിച്ച് വരുന്ന മാനേജ്മെന്റ് കമൻട്രിയിൽ ഈ ഗ്ലോബൽ അനിശ്ചിതത്വം കാരണം അവർക്ക് കൃത്യമായൊരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല ഡിസിഷൻസും പെൻഡിങ്ങിലാണ് എന്നുള്ള ഒരു ആശങ്കയും പല കമ്പനികളും പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ US താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീല് വരാത്തത് കാരണം പല എക്സ്പോർട്ട് കമ്പനികളും അവരുടെ കാപെക്സ് എക്സ്പാൻഷനെ കുറിച്ച് അത് ഡിലേ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ നമ്മുടെ മാർക്കറ്റിന്റെ വാല്യുവേഷൻ കുറെ കൂടി സ്ട്രെച്ചഡ് ആയതായിട്ടാണ് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തുന്നത്. ഇപ്പൊ നിലവിലുള്ള നിഫ്റ്റിയുടെ PE 22.6 എന്ന ലെവലാണ്. ഇത് കഴിഞ്ഞ 2 വർഷത്തെ ആവറേജ് PE ആയിട്ടുള്ള 22.3 എന്ന ലെവലിനേക്കാൾ ഉയർന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാല്യുവേഷൻ കുറഞ്ഞ മാർക്കറ്റുകളിലേക്ക് അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ബ്രോക്കറേജ് ഫേമായ സിറ്റിയുടെ റിപ്പോർട്ടും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം അവർ ഓവർ വെയ്റ്റിൽ നിന്നും ന്യൂട്രൽ വെയ്റ്റിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ ജൂലൈ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പല ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ജൂലൈ മാസം നിഫ്റ്റി 50, ഇപ്പോൾ ജൂലൈ മാസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 2.15% ഇടിവിലാണ് നിൽക്കുന്നത്. എന്നാൽ US-ന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയ S&P 500 5.26% അപ്സൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് അത് 2.61% അപ്സൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ കൊറിയയുടെ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള KOSPI അത് 3.79% അപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ പല യൂറോപ്യൻ ഇൻഡെക്സുകളും ഇന്ത്യൻ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഡാറ്റകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് FIIs വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വൻതോതിൽ സെല്ലിംഗ് നടത്തുകയും അതുകൂടാതെ തന്നെ അവർ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വലിയ തോതിലുള്ള സെല്ലിംഗ് പൊസിഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഷോർട്ട് പൊസിഷൻ വളരെയധികം ഹൈ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു ബിയറിഷ് ഔട്ട്ലുക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ ഇന്ത്യ-US ട്രേഡ് ഡീൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യ-US ട്രേഡ് ഡീൽ ഇന്ന് നടക്കും നാളെ നടക്കും എന്ന രീതിയിൽ മീഡിയ റിപ്പോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷാമവുമില്ല.
അത്രമാത്രം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ഫൈനൽ ഡീല് നടക്കാതെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ബ്ലൂംബെർഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ട്രൈ ചെയ്യുന്നത് ഇന്തോനേഷ്യയെയും വിയറ്റ്നാമിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇനി ഒരു മുന്നോട്ട് പോകാനുള്ള ട്രിഗർ പോയിന്റായിട്ട് വർത്തിക്കേണ്ടത് ഇന്നും നാളെയുമായിട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടാണ്. അതിലൊന്ന് റിലയൻസ്, മറ്റൊന്ന് HDFC ബാങ്ക്, മറ്റൊന്ന് ICICI ബാങ്കാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ നൽകാൻ സഹായിച്ചേക്കും. അതുകൂടാതെ ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് അത് വരികയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് അത് ട്രിഗർ പോയിന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ 2 ഇവൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളെ മാർക്കറ്റിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ FY26 Q1 റിസൾട്ടുകൾ ഓൾറെഡി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ അതായത് ജൂലൈ 17 വരെ വന്ന ഒരു റിസൾട്ടുകൾ നമ്മൾ സ്ക്രീനർ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 140 സ്റ്റോക്കുകളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഏകദേശം പകുതിയോളം സ്റ്റോക്കുകൾ ഒന്നുകിൽ പെന്നി സ്റ്റോക്കോ അല്ലെങ്കിൽ നാനോ ക്യാപ് സെഗ്മെന്റിലെ സ്റ്റോക്കുകളായതുകൊണ്ട് അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി ഏകദേശം 500 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള സ്റ്റോക്കുകൾ മാത്രം ഒന്ന് പരിഗണിച്ചാൽ 78 കമ്പനികളുടെ റിസൾട്ട് ഓൾറെഡി വന്നതായിട്ട് കാണാം. പൊതുവെ നമ്മൾ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും അതേപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റുമാണ് പ്രധാനമായിട്ട് നോക്കാറുള്ളത്. എന്നാൽ ഒരു കൃത്യമായ പിക്ചർ ഒരു കമ്പനിയെക്കുറിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ഒരു ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ റിസൾട്ട് വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മൾ ഇയർ ഓൺ ഇയർ ഗ്രോത്തിൻ്റെ പ്രസക്തിയും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൻ്റെ പ്രസക്തിയും അത് എന്താണെന്ന് ഒന്ന് ചുരുക്കി വിവരിക്കാം. ഇതൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമ്മൾ നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഹെൽത്ത് ചെക്കപ്പായിട്ട് അതിനെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. നമ്മൾ ഇയർലി നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇയർ ഓൺ ഇയർ അതിൻ്റെ റീഡിങ്സുകൾ പരിശോധിക്കുക എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഓവറോൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തി ഇനി ഇടയ്ക്ക് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് മാത്രം നടത്തുന്നു എന്ന് കരുതുക, ഷുഗർ ലെവലോ അല്ലെങ്കിൽ BP ലെവലൊക്കെ പരിശോധിക്കുന്നു എന്ന് കരുതുക, അതിനെ നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡയഗ്നോസിസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു ഇയർലി ചെക്കപ്പോ അല്ലെങ്കിൽ 6 മന്ത്സിൻ്റെ ചെക്കപ്പോ അതുകൂടാതെ പീരിയോഡിക്കലായിട്ടുള്ള ഇത്തരം ബ്ലഡ് BP ചെക്കപ്പോ നടത്തേണ്ടതുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ റിസൾട്ടും. അപ്പോൾ കമ്പനിയുടെ റിസൾട്ടിൽ ഈ സീസണാലിറ്റി ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് ഇയർ ഓൺ ഇയർ സെയിൽസിൽ ചില കമ്പനികളിൽ ഇമ്പോർട്ടൻറ്റും ചില കമ്പനികളിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ലതാനും. അതുപോലെ ചില കമ്പനികൾ സീസണലായിട്ടുള്ള ബിസിനസ്സാണ്. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് ബിസിനസ് അത് സമ്മർ സീസണിലാണ് അത് ഹൈ ആവുക. അതുപോലെ ജ്വല്ലറി ബിസിനസ് ഫെസ്റ്റിവൽ സീസണിലാണ് കൂടുതൽ വളരുക. പെയിൻറ്റ് സെക്ടറും അതേപോലെയാണ്. എന്നാൽ ഹൈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പവർ സെക്ടർ പോലെയുള്ള സെഗ്മെൻറ്റിൽ ഇയർ ഓൺ ഇയറിലാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ പിക്ചർ കിട്ടുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്ട്രോങ് ഇയർ ഓൺ ഇയർ ഗ്രോത്തും അതുപോലെ സ്ട്രോങ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും നൽകിയ ഒരു റിസൾട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് ഒരു നല്ല ഗ്രോത്തും നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റും കാണിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് പറയാം. ജനറലി നമുക്ക് അത്തരം സ്റ്റോക്കുകൾ ബുള്ളിഷ് ആണെന്ന് പറയാം. എന്നാൽ സ്ട്രോങ് ഇയർ ഓൺ ഇയറും പക്ഷേ വീക്കായിട്ടുള്ള ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ആണെങ്കിൽ അവിടെ ചില കൺസേൺ ഉയരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മൊമെൻറ്റം സ്ലോ ആയത്, അതുപോലെ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, കോമ്പറ്റേറ്റീവ് പ്രഷർ വർദ്ധിച്ചിട്ടുണ്ടോ, മറ്റ് കമ്പനികളുമായിട്ടുള്ള മത്സരത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അവിടെ ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. എന്നാൽ അത് തുടർച്ചയായിട്ട് അടുത്ത ക്വാർട്ടറുകൾ കൂടി പരിശോധിച്ചാലാണ് വ്യക്തമായ പിക്ചർ കിട്ടുള്ളൂ. അതുപോലെ വീക്കായിട്ടുള്ള ഇയർ ഓൺ ഇയറും പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ആണെങ്കിൽ അവിടെ മറ്റൊരു പിക്ചറാണ് നമുക്ക് കിട്ടുക. അത് മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് ആയിട്ട് മാറുന്നു, അത് റിക്കവർ ചെയ്യുന്നു. അതാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മാത്രം സ്ട്രോങ് റിസൾട്ടും ഇയർ ഓൺ ഇയറിൽ അത്ര സ്ട്രോങ് അല്ലാത്ത റിസൾട്ടും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി വീക്കായിട്ടുള്ള ഇയർ ഓൺ ഇയറും വീക്കായിട്ടുള്ള ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സിഗ്നലാണ്. അവിടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ ചാലഞ്ച് ആ കമ്പനി നേരിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ക്രീനറിൽ നമ്മൾ സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഏകദേശം 500 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള 78 സ്റ്റോക്കുകളാണ് ജൂലൈ 17 വരെ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ 10% കൂടുതൽ, അതായത് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും, അപ്പോൾ അവിടെ സെയിൽസിലും പ്രോഫിറ്റിലും 10% കൂടുതൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ച 23 സ്റ്റോക്കുകളാണ് കാണാൻ കഴിയുക. എന്നാൽ ഈ 23 സ്റ്റോക്കുകളിലും ഇയർ ഓൺ ഇയറിൽ പോസിറ്റീവ് ആണെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നെഗറ്റീവായ സ്റ്റോക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ 13 സ്റ്റോക്കുകളാണ് നമുക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റിലും സെയിൽസിലും നല്ല റിസൾട്ട് കാണിച്ച സ്റ്റോക്കുകൾ എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 13 സ്റ്റോക്കുകൾ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വൈസ് അതിൻ്റെ ഒരു ഓർഡറിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് HDFC AMC, ICICI Lombard, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ആനന്ദ് രതി വെൽത്ത്, ലേറ്റ് അവന്യൂസ്, റാലി ഇന്ത്യ, സ്വരാജ് എൻജിൻസ്, MB ആഗ്രോ പ്രോഡക്ട്സ്, വിംറ്റ ലാബ്സ്, നവ്കാർ കോർപ്പറേഷൻ, അമൽ, ഇൻറ്റഗ്ര എഞ്ചിനീയറിംഗ്,
ഓൺവേർഡ് ടെക്നോളജി. ഈ 13 സ്റ്റോക്കുകളാണ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല റിസൾട്ട് കാണിച്ച് ഔട്ട്സ്റ്റാൻഡ് ആയി നിൽക്കുന്ന സ്റ്റോക്കുകൾ. ഇവയിൽ തന്നെ റാലീസ് ഇന്ത്യയും MB ആഗ്രോ പ്രൊഡക്ട്സും അമൽ ഈ 3 സ്റ്റോക്കുകൾ മറ്റ് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൈ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ച സ്റ്റോക്കുകളാണ്. ഇനി നമ്മൾ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കാണിക്കാതെ ഇരുന്ന സ്റ്റോക്കുകൾ അതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ആ സ്റ്റോക്കുകളും മോശമല്ലാത്ത പെർഫോമൻസ് ആയിരിക്കാം, ചില സീസണാലിറ്റി കൊണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഡൗൺ ആയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ്, പോളിക്യാബ് ലിമിറ്റഡ്, ITC ഹോട്ടൽസ്, എലക്ട്രോൺ എഞ്ചിനീയറിംഗ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ, ടാൻഫാക് ഇൻഡസ്ട്രീസ്, കൃഷാന ഫോസ്കം, ഓറിയൻ്റൽ ഹോട്ടൽസ്, അതുപോലെ രാജു എഞ്ചിനീയേഴ്സ് ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇയർ ഓൺ ഇയറിൽ നല്ല ഗ്രോത്തും അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്തും കാണിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ ഇലക്ട്രോൺ എഞ്ചിനീയറിംഗിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ അത് 20% അപ്പ് ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ടാൻഫാക് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലാണ് ഡൗൺ ആയിട്ടുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 2% അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഈ 78 സ്റ്റോക്കുകളിൽ ഇയർ ഓൺ ഇയറിലായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലായാലും നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള 7 സ്റ്റോക്കുകൾ കാണാൻ പറ്റും. അതിലൊന്ന് ഓത്തം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മറ്റൊന്ന് ടാറ്റ എലക്സി, തേജസ് നെറ്റ്വർക്ക്, റൂട്ട് മൊബൈൽ, നാഷണൽ സ്റ്റാൻഡേർഡ്സ്, ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ്, ആക്സ്റ്റൽ ഇൻഡസ്ട്രീസ്. ഈ 7 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ റിസർച്ച് നടത്തേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ബാഡ് റിസൾട്ട് ഇതിലുണ്ടായി എന്നുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത ഇയർ ഓൺ ഇയർ സെയിൽസിലും പ്രോഫിറ്റിലും ഈ സ്റ്റോക്കുകൾ നെഗറ്റീവ് ഗ്രോത്ത് ആണ്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വമ്പിച്ച ജമ്പാണ് ഈ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് കൃത്യമായ ഒരു സൂചന നൽകുന്നുണ്ട്. അവിടെ ഒരു റിക്കവറിയുടെ ചാൻസോ അല്ലെങ്കിൽ ഒരു ടേൺ അറൗണ്ടിൻ്റെ ചാൻസോ അവിടെ ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒറ്റൊരു ക്വാർട്ടർ കൊണ്ട് നമുക്ക് അത്തരമൊരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. അടുത്ത ക്വാർട്ടറും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും. അങ്ങനെ കാണുന്ന ഈ 6 സ്റ്റോക്കുകളിൽ ഒന്ന് ഓല ഇലക്ട്രിക് ആണ്, മറ്റൊന്ന് DB കോർപ്പാണ്, മറ്റൊന്ന് ഇന്ത്യ പവർ കോർപ്പറേഷൻ, മറ്റൊന്ന് 5 പൈസ ക്യാപിറ്റൽ, അതുപോലെ ആദിത്യ ബിർള മണി, അരിഹന്ത് ക്യാപിറ്റൽ. ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഈ രീതിയിൽ ഒരു ടേൺ അറൗണ്ടിൻ്റെ സാധ്യതകൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കാണിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് ഒരു ഓവറോൾ പിക്ചർ നൽകാൻ മാത്രം ഉതകുന്നതാണ്. ഇതൊരിക്കലും ആ കമ്പനിയുടെ ഡീപ്പായിട്ടുള്ള അനാലിസിസിൻ്റെ ഭാഗമായിട്ട് അല്ല ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമ്മൾ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ടതുണ്ട്, അതിൻ്റെ സെക്ടർ അനാലിസിസും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി ബെറ്റർ ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ബൈങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷനായി എടുക്കാതെ കൂടുതൽ റിസർച്ച് നടത്താൻ ശ്രമിക്കുക. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.